എന്തൊരു വിശപ്പിങ്ങനെ, രണ്ടു പഴം നിന്നാണല്ലോ. ഇവിടെ ചക്കയും മാങ്ങൊന്നുമില്ലേ? പാൽ കുടിച്ചാലോ? തൊണ്ട വരൾന്ന് വെള്ളം തായ്ക്കണം. വിശന്നിട്ട് വയ്യ. അതെ, വിശന്നിട്ട്. പന്ത്രണ്ടാമത്തെ ബിരിയാണി പൊതി ഓപ്പൺ ചെയ്തു. വിശപ്പ് പറഞ്ഞില്ല. നിനക്ക് വേണ്ടല്ല? അല്ല, വേണമെങ്കിൽ ഇനി മേടിച്ചിട്ട് വേണം. എന്തായി? എന്താനായിട്ട്? തിന്നിട്ടും വിശപ്പ് പറഞ്ഞില്ല. എന്ത് പണ്ടാരോണാവാ? എന്റെ ബലമായ സംശയം ഫുഡ് പോയ്സൺ ആണോ എന്നാണ്. അതല്ല ചോദിച്ചത്. പിന്നെ അന്വേഷിച്ചോ? എന്ത്? മീനാക്ഷി. അവള് എന്ത്? അവള് അവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? നമ്മുടെ പശുവിന്റെ കൂടെ, നമ്മുടെ അമ്മണിയടുത്തിന്റെ കൂടെ. ഒരു വിളക്കേം കൊണ്ടുവരൂ അമ്മണിയെ. കൊണ്ടുവരാം. ഈ വിളക്കം കൊണ്ടു കൊടുത്ത കുട്ടിയെ വല്ലതും കഴിക്കാൻ നോക്കിയിരിക്കുക. കറണ്ട് കെട്ടിയ ഒന്ന് വേഗം കൊണ്ടുവരും മോളെ. ഇതിനകത്ത് പ്രാണികൾ വല്ലതും വീണ് കിടപ്പുണ്ടോ നോക്ക്. അതിട്ടൊക്കെ ഒന്നും തിന്നാൻ കൊടുത്തില്ലേ മോളെ? ഇല്ലാന്ന് തോന്നുന്നു. കറണ്ട് വന്നിട്ട് ബൈക്കിൽ എടുത്തിട്ട് കൊടുക്ക. ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാം. വിളക്ക് വേണ്ടേ? വേണ്ട മുത്തശ്ശ, നിലാവുണ്ട്. മീനാക്ഷി ആരാ? അയ്യോ, എന്തിനിപ്പോ വന്നത്? ഒന്ന് കാണാൻ. അയ്യോ, എനിക്ക് പേടിയാവണം. മുത്തശ്ശൻ കണ്ട് വഴക്ക് പറയും. ഇവിടുന്ന് വേഗം പോയിക്കോളൂ. അയ്യോ, ഇവിടുന്ന് പോവാൻ. ഇല്ലെങ്കിൽ എനിക്ക് അടി കിട്ടും. മറക്കരുത്. കൈ കഴുകാൻ കുറച്ച് വെള്ളം അമ്മണിയെ. രണ്ടുപേരും മരിച്ചുവല്ലോ. ആരാത്? അത് വിവാഹ ഫോട്ടോയാണോ? കണ്ണട വാങ്ങാൻ ടൗൺ വരെ പോണല്ലോ. ബസ് വരുവാവോ? ബസ് വന്നു. ബസ്സല്ല, കാറാ. കണ്ണും കാണുക. കാറോ? ആരുടെ കാറ്? എന്തായാലും രാഘവന്റെ സമയം തരും. അതെ അതെ, രാഘവൻ കാർ വാങ്ങിയോ? രാഘവൻ അല്ലടോ, അയാളുടെ മുതലാളി വന്നതാ. Mr. Rakhavan, how are you? എന്തോ സുഖമാണോന്ന്? സുഖമാ. ഓർമ്മയുള്ളതുകൊണ്ട് ലഗേജ് വെച്ചില്ല. ഇപ്പൊ കേൾക്കാമോ? കേക്കാം, നല്ലോണം കേക്കാം. ഓക്കെ,
ഇതെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഷെയ്ഖ് അബ്ദുൾ റഷീദ്, ബിസിനസ് പാർട്ണർ കൂടിയാണ്. ഇത് മിസ്റ്റർ ബാലു, എന്റെ ഇവിടുത്തെ മാനേജറാണ്. കൈഫ് ബിൽഡിംഗ് زين അനഹബ് കോയ്സ്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാണ്? അതെ, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് സാറേ. ഓ കൃഷിയൊക്കെ ധാരാളം ഉണ്ട്. ഗുഡ്. انا يمشي. ഫദൽ അഖിൽ. لا لا الحين تاخير واجب. 6 മണിക്ക് മുന്നേ എത്തണ്ടല്ലേ? നിങ്ങൾ പൊയ്ക്കോളൂ ബാലു. ശരി സാർ. പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ മിസ്റ്റർ രാഘവനോടുണ്ട്. ഏത് ഫോൺ കോൾ വന്നാലും ഡീറ്റെയിൽസ് അറിഞ്ഞ് വേണ്ടി വന്നാൽ മാത്രം എന്റെ സെൽ നമ്പർ കൊടുത്താൽ മതി. ശരി. പിന്നെ മാത്യുവിനോട് പറഞ്ഞിട്ട് എന്റെ 2 പഴയ വണ്ടി അവിടെയുണ്ട്, അതുകൊണ്ട് അയക്കാൻ പറയണം. ഓക്കെ സാർ. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ زين يا اسحاق ان شاء الله في نشوف مره ثانيه. ഇൻഷാല്ലാ. ഓ വന്നാട്ടെ. അല്ല മുതലാളി, ഈ അറബിയും ചികിത്സയ്ക്ക് വന്നാണോ? ഏയ്, നമ്മുടെ ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാമെന്നാ. അല്ല, നടക്കുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ടേ ചെറുപ്പത്തെ ഉള്ളതാണോ? നോ, ഒരു കാർ ആക്സിഡന്റ് പറ്റിയതാ. ഓ 6 മാസക്കാലം ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഓ അപ്പോഴാണ് ഈ ഇന്റർനെറ്റ് വഴി അതാരാ? കമ്പ്യൂട്ടർ അങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതും വാങ്ങിക്കുന്നതും പറ്റും. ഇപ്പൊ ഫിസിക്കലി ആം ഓക്കെ, ബട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഓ പിന്നെ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് നോക്കാനാണ് 2 മാസത്തെ ഈ വരവ്. ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ആയുർമഠത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അല്ല, അപ്പൊ പിന്നെ കഴിക്കാൻ എന്തൊക്കെയാ വേണ്ടത്? എന്തൊക്കെ അറിയാം? ഇന്ത്യൻ ഭക്ഷണം എല്ലാം അറിയാം. ചൈനീസും അത്യാവശ്യമൊക്കെ വശമാണ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പക്ഷേ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും വേണ്ട. നമുക്കിവിടെ നല്ല നാടൻ കുത്തിരിയുടെ കഞ്ഞിയും ഈ തേങ്ങാ ചമ്മന്തിയും മുളക് ചുട്ടരച്ചതും പിന്നെ കടുമാങ്ങാച്ചാറും അങ്ങനെയൊക്കെ മതി. അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ? അതെ 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 അതെ. ബാത്റൂം എവിടെയാ? ദാ അവിടെ. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവൂടൂ. എന്താ മിസ്റ്റർ നായർ ആലോചിക്കണേ? ഒന്നുമില്ല ഒന്നുമില്ല. ബെഡ്റൂം എവിടെയാ? മേലില്ല. താങ്ക് യു. ഇതിപ്പോ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് അരപ്പട്ടിണിയാവും എന്റെ ഈശ്വര. ഇതെന്ത് മുതലാളിയാ? കഞ്ഞിയാത്ര. ഷേ, ഇതെന്താ രാഘവേട്ടന് പറ്റിയത്? ആവോ രാഘവട്ട് രാവിലെ വടിയും പിടിച്ചു കൊടുത്തു. അതേതാണ് ചെങ്ങായി? ബ്ലങ്കാവി താമസിക്കാമെന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം. അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത്. ഇപ്പൊ ഒക്കെ മനസ്സിലായില്ല. വിട്ടോ. എന്റെ അമ്മ, ഈ പണ്ടാരക്കാലം ഇത്ര വേഗം അവിടെ കള്ളൻ, കള്ളൻ, കള്ളൻ. ഓട്ടക്കാരി ബീനമോളുടെ വഴി. എടാ, നിക്കാൻ.